അടുത്തതായി നമുക്ക് ഒരു കവിത കേട്ടാലോ. സ്വന്തമായി കവിത എഴുതുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മിടുക്കി നമ്മുടെ കൂട്ടത്തിലുണ്ട്, ശ്രീജ ചന്ദ്രൻ. അങ്ങനെയുള്ള ഒരു കഴിവും ആ നൈപുണ്യവും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രശംസിക്കാവുന്നതാണ്. ഒരു നല്ല കയ്യടിയോടുകൂടി നമുക്ക് ശ്രീജ ചന്ദ്രനെ കവിത അവതരിപ്പിക്കാനായി ക്ഷണിക്കാം. കവിതയുടെ പേര് സ്വാന്തനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും വലിയ ദുരന്തം നടന്നത് വയനാട്ടിലാണ്. അവരുടെ ജീവനുകൾക്കായ ശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഈ കവിത സമർപ്പിക്കുകയാണ്. സാന്ത്വനം എന്നാണ് കവിതയുടെ പേര്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പെട്ടെന്ന് കിട്ടിയ വരികളാണ്, അപ്പോൾ അതിലെന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. കേരളം നടുങ്ങി ഭയത്താൽ വിറച്ചു, വയനാട് ദുരിതഭൂമിയായി. ചാലിയാർ പുഴ കണ്ണീർ കടലായി കുതിച്ചു പാഞ്ഞു. ഉറ്റവർ നഷ്ടമായി നൊമ്പരത്തിൽ എല്ലാ നയനങ്ങളും നിശബ്ദരായി തേങ്ങി. കൈകളറ്റും കാലുകളറ്റും ജീവശ്വാസം നിലച്ചുപോയി. വിനാശം താണ്ഡവമാടി എല്ലാം ഒരു നിമിഷം കൊണ്ട് ശൂന്യമായി പ്രിയരേ, ശൂന്യമായി പ്രിയരേ. നാമാകുന്ന നാം തന്നെ ഉത്തരവാദികളെന്ന് ഓർക്കണം നമ്മൾ. നമ്മളിലെ അഹങ്കാരവും സ്വാർത്ഥതയും വിദ്വേഷവും പകയും ഇനിയെങ്കിലും മാറ്റുവിൻ നമ്മൾ. പ്രളയം നമ്മെ അതിജീവിച്ചു, മഹാമാരി വാഴപ്പഴമുലിഞ്ഞു വീഴുന്ന പോൽ മർത്യരെങ്ങോ പോയി മറഞ്ഞു. ഇനിയും നമ്മൾ അതിജീവിക്കണം. ഇന്നവരാണെങ്കിൽ നാളെ നമ്മളുടെ മരണം തൊട്ടു പിന്നിലുണ്ടെന്ന് ഓർക്കണം. കേരളമേ, നമുക്ക് കരങ്ങൾ കോർക്കാം, സാന്ത്വനത്തണലുകളായി മാറാം പ്രിയ കൂട്ടുകാരേ.